വയനാട് തുരങ്കപാത നിർമ്മാണത്തിന്റെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പിന് ഇത് കാരണമാകും. ബ്ലാസ്റ്റ് നടന്നതിനു ശേഷമുള്ള പദ്ധതി പ്രദേശം എങ്ങനെയെന്ന് കാണാം. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആദ്യ ബ്ലാസ്റ്റിന് ശേഷം ഈ പദ്ധതി പ്രദേശം ഏത് നിലയിലാണ് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെയായിരുന്നു ആ ബ്ലാസ്റ്റിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നത്. ആ ബ്ലാസ്റ്റ് നടന്ന പ്രദേശമാണിത്. അവിടെ ഇപ്പോൾ ഇത്രത്തോളം ആഴത്തിൽ പാറ തുരന്നിട്ടുണ്ട്. അവിടെ പാറ പൊട്ടി വന്ന പാറക്കഷ്ണങ്ങളെല്ലാം തന്നെ JCB ഉപയോഗിച്ച് ഒരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇരട്ട തുരങ്കപാതയിലെ ട്യൂബ് 2 ആണിത്. രണ്ടാമത്തെ തുരങ്കമാണിത്. ആ തുരങ്കമാണ് ഇപ്പോൾ ആദ്യ ബ്ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് സമീപത്ത് തന്നെ ഒന്നാമത്തെ തുരങ്കവുമുണ്ട്. ഇപ്പോൾ ഈ തുരങ്കം തുരന്ന് ഏകദേശം ഒരു 10 മീറ്റർ അകത്തെത്തിയതിനു ശേഷം ഈ പാറകളുടെ ഘടന എങ്ങനെയാണ്, ഈ തുരങ്കം നിർമ്മാണത്തിന്റെ മുൻപോട്ടുള്ള രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഘടന എങ്ങനെയാണ് എന്നതിന്റെ പാറയുടെ ഘടന പരിശോധിച്ചതിന് ശേഷമായിരിക്കും പഠിച്ചതിന് ശേഷമായിരിക്കും തൊട്ട് സമീപത്ത് തന്നെയുള്ള ട്യൂബ് 2വിന്റെ നിർമ്മാണ പ്രവർത്തികളിലേക്ക്, അല്ലെങ്കിൽ അത് തുരക്കുന്ന ബ്ലാസ്റ്റ് ചെയ്ത് തുരന്ന് മുൻപോട്ട് പോകുന്ന നടപടികളിലേക്ക് കടക്കുക. സമാന്തരമായി തന്നെ വയനാട് നിന്നും ഇതേ രീതിയിൽ മേപ്പാടിയിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള നിർമ്മാണ പ്രവർത്തികളും ആ നിലയ്ക്ക് തന്നെയായിരിക്കും പുരോഗമിക്കുക. അതായത് ഈ ബ്ലാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ തോത് വർദ്ധിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ 2 സെന്റിമീറ്ററിൽ കൃത്യമായിട്ടുള്ള ബ്ലാസ്റ്റിംഗ് നടക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷമുള്ള ഈ പാറയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കിഫ്ബിയുടെയും അതോടൊപ്പം തന്നെ നിർമ്മാണ ഏജൻസി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വളരെ ദൃഢതയുള്ള ഉറപ്പുള്ള പാറ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. 2134 കോടി രൂപ കിഫ്ബി മുഖാന്തരം ചിലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത്. 4 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാതയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അതിന്റെ പ്രാരംഭഘട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 തീയതി ഇതിന്റെ ആദ്യ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. അതിനുശേഷം ഏകദേശം 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ആദ്യ ബ്ലാസ്റ്റ് പൂർത്തിയാക്കാൻ സാധിച്ചു, ആദ്യ ബ്ലാസ്റ്റ് നടത്താൻ സാധിച്ചു, അതിന്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വരും ദിവസങ്ങളിലും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ തുടരും. അതിനുശേഷം മേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ വയനാട് ഭാഗത്ത് നിന്നും ഇതിന്റെ തുരന്ന് വരാൻ സാധിക്കും. ആ നിർമ്മാണ പ്രവൃത്തി, വയനാട് എന്നുള്ള നിർമ്മാണ പ്രവൃത്തി 1 മാസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ദീന്തർ ജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.